ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 2450 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 2110 പേർ രോഗവിമുക്തരായി. ഇന്ന് 2346 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്തത് 212 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 64 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. സംസ്ഥാനത്ത് കോവിഡ് മൂലം ഇന്ന് മരണമടഞ്ഞത് 15 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 22,279 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇപ്പോൾ സംസ്ഥാനത്താകെ 39,486 കോവിഡ് ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ നിന്നും രാജ്യം ഘട്ടം ഘട്ടമായി പൂർണ്ണ സജീവതയിലേക്ക് വരികയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് പൊതുഗതാഗത സംവിധാനങ്ങൾ പഴയ തോതിലില്ല. ഓടുന്നവയിൽ മിക്കതിലും യാത്രക്കാരുടെ ബാഹുല്യവുമില്ല. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ ആ സ്ഥിതി മാറും. എല്ലാ വാഹനങ്ങളും ഓടിത്തുടങ്ങുകയും അടച്ചിട്ട സ്ഥാപനങ്ങൾ തുറക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇന്നുള്ളതിനേക്കാൾ രോഗവ്യാപന തോത് വർദ്ധിക്കും. ഇപ്പോഴും വർദ്ധിക്കുകയാണ്. രാജ്യത്താകെ കോവിഡ് വ്യാപനം രൂക്ഷമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 92,071 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർച്ചയായി 5 ദിവസമായി രോഗബാധിതരാകുന്നവരുടെ എണ്ണം 90,000-ന് മുകളിലാണ്. ആകെ കോവിഡ് ബാധിച്ചവർ 48 ലക്ഷത്തിലധികം. 10 ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഒറ്റ ദിവസത്തെ മരണം 1136. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം രൂക്ഷമാണ്. കർണാടകയിൽ 99,222 ആക്റ്റീവ് കേസുകളാണുള്ളത്. മരണസംഖ്യ 7,225. തമിഴ്നാട്ടിൽ 8,381 പേർ മരണമടഞ്ഞു. ഇപ്പോഴുള്ള കേസുകളുടെ എണ്ണം 47,012. മഹാരാഷ്ട്രയിൽ 2,90,000 കേസുകളാണുള്ളത്. മരണമടഞ്ഞത് 29,531 പേർ. ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഹ്രസ്വ സന്ദർശനത്തിനുൾപ്പെടെ എത്തുന്നത് എന്നതും ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം 34,756 പരിശോധന നടത്തിയതിൽ 3,139 പേർക്കാണ് പോസിറ്റീവായത്. ഇന്നലെ ഞായറാഴ്ചയായതിനാൽ പരിശോധനയുടെ എണ്ണം കുറഞ്ഞു. എന്നാൽ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം തത്തുല്യമായി കുറഞ്ഞില്ല. ടെസ്റ്റിന്റെ എണ്ണം
45,000 വരെ ഉയർന്നിരുന്നു. അത് 1,00,000-ത്തിലെത്തിക്കാൻ കഴിയണം എന്നാണ് കണ്ടിട്ടുള്ളത്. ISIR-ന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ബയോളജി എന്ന സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടെ വടക്കൻ ജില്ലകളിലെ രോഗികളിൽ നടത്തിയ ജനിതക പഠനം സംസ്ഥാനത്ത് വ്യാപന നിരക്ക് വളരെ കൂടുതലുള്ള വൈറസിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്. രോഗം പകരാനുള്ള സാധ്യത കൂടുതലായതിനാൽ പ്രായാധിക്യമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രായാധിക്യമുള്ളവരിൽ രോഗം പകരാനിടയായാൽ മരണനിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ പഠനത്തിന്റെ വെളിച്ചത്തിൽ ബ്രേക്ക് ദ ചെയിൻ കൂടുതൽ കർശനവും കാര്യക്ഷമമാക്കണമെന്ന് കണ്ടു. ഈ പഠനം സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും നടത്തുന്നതാണ്. രോഗികൾ കൂടുന്ന അവസ്ഥയിൽ എല്ലാ ജില്ലകളിലും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കോവിഡ് വ്യാപനത്തെ നേരിടുന്നതിനു വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കുന്ന ജനകീയ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളായാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളെ മാറ്റുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും ഉൾപ്പെടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 194 CFLTCകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ 26,425 കിടക്കകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ പകുതിയോളം കിടക്ക ഇപ്പോൾ ഒഴിവുണ്ട്. ഒന്നാം ഘട്ടത്തിൽ 133 CFLTCകളും 16,936 കിടക്കകളുമാണ് തയ്യാറാക്കിയത്. രണ്ടാം ഘട്ടത്തിൽ 400 CFLTCകളും 31,359 കിടക്കകളും, മൂന്നാം ഘട്ടത്തിൽ 664 CFLTCകളിലായി 46,155 കിടക്കകളുമാണ് ഉണ്ടാവുക. ആകെ 1,391 CFLTCകളിലായി 1,21,055 കിടക്കകൾ സജ്ജമാവും. കോവിഡ് പോസിറ്റീവായ എന്നാൽ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവരെ, ചെറിയ ലക്ഷണങ്ങൾ മാത്രം ഉള്ളവരെയുമാണ് ഫസ്റ്റ് ലൈൻ സെന്ററിൽ ചികിത്സിക്കുന്നത്. ഭക്ഷണവും താമസവും ചികിത്സയുമെല്ലാം ഇവിടെ സൗജന്യമാണ്. CFLTC രോഗികൾക്ക് ആവശ്യമായ കിടത്തി ചികിത്സ ഡോക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കൊടുക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സൗകര്യം ടെലിമെഡിസിൻ മുഖാന്തരം ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. CFLTCകളിലുള്ള രോഗികൾ ഡോക്ടർമാരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും. ഓരോ CFLTCയെയും ഒരു കോവിഡ് ആശുപത്രിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. രോഗിയുടെ അസുഖം മൂർച്ഛിക്കുന്ന സാഹചര്യമുണ്ടായാൽ CFLTCയിലെ ഡോക്ടർ പരിശോധിക്കുകയും കൂടുതൽ ചികിത്സ ആവശ്യമാണെന്ന് തോന്നിയാൽ കോവിഡ് ആശുപത്രിയിലേക്ക് ഉടൻ റഫർ ചെയ്യുകയും ചെയ്യും. രോഗികൾക്ക് ആവശ്യമായ
കൗൺസലിംഗ് കൊടുക്കുന്നതിനായി മാനസികാരോഗ്യ വിദഗ്ധരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തോടെ കോവിഡ് വ്യാപനം കൂടുമെന്ന വിദഗ്ധ അഭിപ്രായത്തെ തുടർന്നാണ് കോവിഡ് ബ്രിഗേഡിന് രൂപം നൽകിയത്. വ്യാപനം കുറച്ചുകൊണ്ടുവരുന്നതോടൊപ്പം ആരോഗ്യ സംവിധാനങ്ങളും മനുഷ്യ വിഭവശേഷിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഡോക്ടർമാരുടെയും മറ്റാരോഗ്യ പ്രവർത്തകരുടെയും സേവനം കൂടുതലായി ആവശ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോവിഡ് ബ്രിഗേഡ് വിപുലീകരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റ്, ലബോറട്ടറി ടെക്നീഷ്യന്മാർ, മറ്റാരോഗ്യ പ്രവർത്തകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്നവരാണ് കോവിഡ് ബ്രിഗേഡിലെ അംഗങ്ങൾ. COVID-19 ജാഗ്രതാ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത സേവന തൽപരരാണ് ബ്രിഗേഡിൽ അംഗങ്ങളാകുന്നത്. കോവിഡ് ബ്രിഗേഡിൽ ചേരാനായി കൂടുതൽ ആളുകൾ രംഗത്ത് വരണമെന്നാണ് അഭ്യർത്ഥന. ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഇതുവരെ 13,577 പേരാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 2,562 ഡോക്ടർമാർ, 33 BAMSകാർ, 1080 BDSകാർ, 293 MBBSകാർ, 2,811 നഴ്സുമാർ, 747 ലാബ് ടെക്നീഷ്യന്മാർ, 565 ഫാർമസിസ്റ്റ്, 3,827 നോൺ ടെക്നീഷ്യന്മാർ, ഇവരെല്ലാം ഇതിൽ ഉൾപ്പെടുകയാണ്. ആരോഗ്യ പ്രവർത്തകർ കുറവുള്ള ജില്ലകളിലാണ് കോവിഡ് ബ്രിഗേഡ് അംഗങ്ങളെ നിയോഗിക്കുക. കാസർകോട്ടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് കോവിഡ് ബ്രിഗേഡ് ഏറ്റെടുത്ത ആദ്യ ദൗത്യം. 6 ഡോക്ടർമാരുൾപ്പെടെയുള്ള 26 പേരാണ് ആദ്യ സംഘത്തിലുള്ളത്. ഇതുകൂടാതെ മറ്റ് ജില്ലകളിലും ആവശ്യാനുസരണം കോവിഡ് ബ്രിഗേഡിനെ നിയോഗിക്കുന്നതാണ്. സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ തുറക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇന്ത്യ ഗവൺമെന്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് ഓഡിറ്റോറിയങ്ങൾ പ്രവർത്തിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതോടെ അതിഥി തൊഴിലാളികൾ വലിയ തോതിലാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. അവരുടെ താമസ സ്ഥലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരാണ് ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ അവരിൽ രോഗബാധിതരുണ്ടോ എന്നതും പരിശോധിച്ച് തീർപ്പാക്കേണ്ടതാണ്. അതും ബന്ധപ്പെട്ട കോൺട്രാക്ടർ തന്നെ ഉത്തരവാദിത്വപൂർവ്വം നിർവഹിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും നടപടി സ്വീകരിക്കുകയും വേണം.
നമ്മുടെ സംസ്ഥാനത്ത് വീടുകളിൽ കഴിഞ്ഞുകൊണ്ടുള്ള നിരീക്ഷണം വിജയകരമായി തന്നെയാണ് തുടരുന്നത്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനും ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ചില വ്യക്തികളും സംഘടനകളും ശ്രമിക്കുന്ന കാര്യം. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ കെ.ടി. ജലീലിനെ വഴിയിൽ കാർ കുറുകെ കയറ്റി തടയാൻ ശ്രമിച്ചത് അത്തരത്തിലൊന്നാണ്. ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് കൊല്ലം പാരിപ്പള്ളി ജംഗ്ഷൻ അടുത്ത് മന്ത്രിയെ തടയാൻ ശ്രമിച്ചത്. ഒരു കാർ റോഡിലേക്ക് കയറ്റിയിടുകയായിരുന്നു. വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്ന കൃത്യമാണുണ്ടായത്. കാറ് കണ്ട് മന്ത്രിയുടെ വാഹനം വേഗം കുറച്ചപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ചാടി വീണു. അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. സമരം പലതരത്തിൽ നടക്കാറുണ്ട്. ദേശീയപാതയിൽ വാഹനം കയറ്റിയിട്ട് അപകടം ക്ഷണിച്ചു വരുന്ന ഏർപ്പാടിനെ സമരമെന്ന് വിളിക്കാൻ കഴിയില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ടായ മറ്റൊരു അനുഭവമുണ്ട്. കുന്നത്തൂർ എം.എൽ.എ. ശ്രീ കോവൂർ കുഞ്ഞുമോനെതിരെ തുടർച്ചയായി നടത്തുന്ന അതിക്രമമാണത്. അവിടെ സമരമല്ല, ഒരു പ്രത്യേകതരം ആഭാസ രീതിയാണ് അരങ്ങേറുന്നത്. എം.എൽ.എയുടെ നേരെ മുണ്ടുപൊക്കി കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. ഇന്നലെ രാവിലെ ശാസ്താംകോട്ട മൈനാഗപ്പള്ളിയിൽ ഒരു പൊതുപരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ കാറിൽ കയറിയ എം.എൽ.എയുടെ വാഹനം തടയുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് അത് ചെയ്തത്. കോവൂർ കുഞ്ഞുമോന്റെ കുറ്റം നിയമസഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ രാഷ്ട്രീയം പറഞ്ഞു എന്നതാണ്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കുഞ്ഞുമോൻ സഭയിൽ പറഞ്ഞത്. അതിനാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. ഇത് ഏത് തരം ജനാധിപത്യ രീതിയാണ് എന്ന് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഇത്തരം തെറ്റായ രീതികൾക്കെതിരെ കർശനമായ നടപടി കൈക്കൊള്ളാനും ജാഗ്രത പുലർത്താനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. വ്യാജവാർത്തകൾ നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തടയുന്നതിനും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതിനുമായി സംസ്ഥാനതല പോലീസ് സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ സംഘം പ്രവർത്തിക്കുക. മാസ്ക് ധരിക്കാത്ത 5068 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ക്വാറന്റൈൻ ലംഘിച്ച 2 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപാടുകളും നിക്ഷേപങ്ങളും സംസ്ഥാനത്തിനും രാജ്യത്തിനും വെളിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേസന്വേഷണം CBIക്ക് കൈമാറാൻ തീരുമാനിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഇന്നത്തെ മൊത്തം കണക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. 2450 എന്ന് പറഞ്ഞത് 2540 ആണ്. 2540 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഹലോ, ഈ മന്ത്രി KT ജലീലിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്ത കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടല്ലോ. ഇത് എന്താണ് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? എന്ത് വിഷയത്തിലാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തത്? അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് അങ്ങ് ഇതിനെപ്പറ്റി അന്വേഷിച്ചോ? എന്താണ് മനസ്സിലായത്? അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഒട്ടേറെ പരാതികൾ ഈ അന്വേഷണ ഏജൻസിക്ക് പോയിരുന്നു. അത് നേരത്തെ പറഞ്ഞ കേരളത്തിൽ വിവാദമായി തീർന്ന ഖുർആനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട പ്രശ്നം സാധാരണഗതിയിൽ ഒരു വിവാദമാകേണ്ട കാര്യമല്ല. UAE കോൺസുലേറ്റ് വഴിയാണ് ഖുർആൻ എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ അന്വേഷണ ഏജൻസി അദ്ദേഹത്തോട് ചോദിച്ചുവെന്നും അത് മനസ്സിലാക്കിയെന്നുമാണ് അറിയുന്നത്. അതിനപ്പുറം മറ്റു വലിയ കാര്യങ്ങൾ അതിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. CM, മതഗ്രന്ഥങ്ങളാണോ പ്രശ്നം, അതോ അതിന്റെ മറവിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്താണോ പ്രശ്നം? നയതന്ത്ര ബാഗേജിന്റെ മറവിൽ നടന്ന മതഗ്രന്ഥങ്ങളാണ് എന്നതിന്റെ പേരിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് എന്നതാണല്ലോ ആരോപണം. മറ്റൊന്ന്, ഈന്തപ്പഴം എത്തിയതിന്റെ പേരിലും ഇപ്പോൾ സംശയമുണ്ട്. അതും സ്വർണ്ണക്കള്ളക്കടത്തിനായിരുന്നു എന്നാണ് ആരോപണം. ഇവിടെ നമ്മൾ കാണേണ്ടത് ശ്രീ KT ജലീൽ എന്താണ് ചെയ്തത്? അദ്ദേഹം നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡിന്റെ മന്ത്രി കൂടിയാണ്. UAE കോൺസുലേറ്റ് ജനറൽ അദ്ദേഹത്തെ അറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ കാലത്ത് സക്കാത്ത് കൊടുക്കലും ഇതുപോലുള്ള മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യലും എവിടെയും കുറ്റകരമായൊരു കാര്യമല്ല. ആ കാര്യം അദ്ദേഹത്തെ അറിയിക്കുന്നു, അദ്ദേഹത്തിന്റെ സഹായം സ്വീകരിക്കുന്നു. അത് അദ്ദേഹം തന്നെ തെളിവ് സഹിതം പരസ്യമായി കാണിച്ചിട്ടുണ്ട്, അവരുടെ മെസ്സേജ് വന്ന കാര്യം. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കി അങ്ങനെ ഈ മതഗ്രന്ഥങ്ങൾ കിട്ടിയിരുന്നു, അത് കൊണ്ടുപോയിരുന്നു, അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ എന്ത് കുറ്റമാണുള്ളത്? ഏതെങ്കിലും തരത്തിൽ ജലീലിനെതിരെ ഒരു കുറ്റവും ആരോപിക്കാനില്ല. സാധാരണഗതിയിൽ ഇത്തരമൊരു കാര്യം ബന്ധപ്പെടേണ്ട മന്ത്രി തന്നെയാണ് ശ്രീ ജലീൽ. അപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടതിലും തെറ്റു പറയാൻ കഴിയില്ല. അപ്പോൾ സാധാരണ നടക്കുന്നൊരു കാര്യം നടന്നു എന്ന് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് മന്ത്രി ജയരാജന്റെ മകന് നേരെ ഒരു ഭാഗത്ത് അന്വേഷണം നൽകാനുള്ള സാധ്യത, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകന് നേരെ ചോദ്യം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള എല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ എല്ലാവരെയും ഒന്നിച്ച് ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം ബോധപൂർവമുള്ള കാര്യങ്ങളാണല്ലോ, ബോധപൂർവം അല്ലാതെയുള്ളതല്ലല്ലോ.
നമ്മുടെ നാട്ടിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കൽ ഒരു തൊഴിലായി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതാണ് ജലീലിൻ്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നത്. ജയരാജൻ്റെ കാര്യത്തിൽ ഇന്നത്തെ ഒരു പ്രധാന വാർത്തയായി കാണാൻ കഴിഞ്ഞത് മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റൈൻ ലംഘിച്ചെത്തി, ലോക്കർ തുറന്നു, അടിയന്തര ഇടപാടിൽ അന്വേഷണം. ഏതന്വേഷണ? എന്തന്വേഷണമാണ്? സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് ഒരു ബാങ്കിലെ സീനിയർ മാനേജറായി റിട്ടയർ ചെയ്തൊരു സ്ത്രീ ആ ബാങ്കിൽ അവരുടെ വകയിൽ ലോക്കർ ഉണ്ടായിരുന്നു എന്നത് ഭയങ്കരമായ ആശ്ചര്യമുള്ളൊരു കാര്യമാണ്. ഒരു സാധാരണ സംഭവമല്ലേ? എന്നിട്ട് ലോക്കറിൽ നിന്ന് കണ്ടെത്തിയതെന്താ? ലോക്കർ തുറന്ന് ഇടപാട് നടത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു പവൻ മാലയുടെ തൂക്കം നോക്കിച്ചിരുന്നു. ഭയങ്കരമായൊരു മാല, ഒരു പവന്റെ മാല, അതിന്റെ തൂക്കം നോക്കിച്ചു. ഇതാണോ വലിയ കുറ്റമായിട്ട് വരുന്നത്? എന്ത് പരാതിയാണ് അതിൽ പറയാൻ സാധിക്കുക സാധാരണക്കാർക്ക്? അപ്പോൾ ബോധപൂർവം അപവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ കെട്ടിച്ചമക്കുകയാണ്. വസ്തുത ഒരു ഭാഗം ഉണ്ടാവും. അവര് ബാങ്കിൽ പോയിട്ടുണ്ട്, ലോക്കർ ഉപയോഗിച്ചിട്ടുണ്ടാവും, ഈ പറയുന്ന സ്വർണം അവിടെ നിന്ന് തൂക്കിയിട്ടുണ്ടാവും. സ്വർണം തൂക്കാൻ വേണ്ടി അവിടെ സ്വർണം തൂക്കി എന്ന് പറയുന്നൊരു മഹാ ആശ്ചര്യപ്പെട്ട കാര്യമല്ല. വേറെ എന്തെങ്കിലും ആവശ്യം അവർക്ക് കാണും, എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഈ സ്വർണത്തിന്റെ തൂക്കം അറിയേണ്ട ഒരു കാര്യം ഉണ്ടാവും. അവർ വർക്ക് ചെയ്തൊരു സ്ഥലം, സീനിയർ മാനേജറായി പ്രവർത്തിച്ചൊരു സ്ഥലം, ആ സ്ഥലത്ത് അവരുടെ ലോക്കറിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ സ്വർണം എത്രയുണ്ട് എന്ന് നോക്കുന്നു. എന്തെങ്കിലും പ്രത്യേക ആവശ്യം കാണും. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാണ്, ഇവരുടെ മകൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ദിര ബാങ്കിലെത്തി ലോക്കർ തുറന്നത്. ഏത് അന്വേഷണ ഏജൻസിയാ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്? അപ്പോൾ എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികളെ ദുർബോധനപ്പെടുത്താനുള്ള ശ്രമം നടക്കുകയാണ്. നിങ്ങൾ ഈ വഴിക്ക് സഞ്ചരിക്കൂ, ഇത് അന്വേഷിക്കൂ, ഇവരെ വിളിക്കൂ. ഇത് സ്വാഭാവികമായി പരാതികൾ ചെല്ലുമ്പോൾ ആ പരാതികളെക്കുറിച്ച് അന്വേഷിക്കാൻ നിർബന്ധമാവും ഏത് അന്വേഷണ ഏജൻസിയും. ഞാൻ മറ്റാരുടെ അനുഭവം പറയുന്നില്ല, എൻ്റെ അനുഭവം ഞാൻ പറയാം. നേരത്തെ എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ കെട്ടിച്ചമച്ചിരുന്നല്ലോ. നാട്ടിലുള്ള സ്വത്ത് മുഴുവൻ എൻ്റെതാണെന്നും ഏത് നല്ല വീട് കണ്ടാലും അതെൻ്റെതാണെന്നും പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പ്രചരിപ്പിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. എല്ലാം പിണറായി വിജയൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലം. ആ കാലത്ത് ഒരു സംഘം ഒരാളെ സൃഷ്ടിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, 1996 തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നു. അപ്പോൾ മത്സരിക്കുമ്പം തന്നെ ഞാനാണ് വൈദ്യുതി മന്ത്രിയാകാൻ പോകുന്നതെന്ന് അറിയാം. മത്സരം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, ജയിച്ചു കഴിഞ്ഞിട്ടില്ല, MLA ആയിട്ടില്ല, ഗവൺമെന്റ് വന്നിട്ടില്ല. അപ്പം തന്നെ പറയാണ് ഞാനായിരിക്കും വൈദ്യുതി മന്ത്രിയാകുന്നതെന്ന് കണക്കാക്കിയിരിക്കുന്നു.
അങ്ങനെ ആ വൈദ്യുതി മന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ 2 കോടി രൂപ ഒരാൾ കൊണ്ടുവന്ന് തന്നു എന്നാണ് പരാതി. പരാതി CBIയുടെ കയ്യിലാണ് കൊടുത്തത്. CBIക്ക് തന്നെയാണ് അയച്ചത്. സ്വാഭാവികമായും അവർ അന്വേഷിക്കാൻ വിളിക്കുമല്ലോ. അന്വേഷിച്ചപ്പോൾ എന്നോട് അവർ പറയാണ്, ഇത് കളവാണെന്ന് ഞങ്ങൾക്കറിയാം, എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഒരുപാട് കേന്ദ്രങ്ങളിൽ നടക്കും. അത് സാധാരണ ചില നിക്ഷിപ്ത താല്പര്യക്കാരാണ്. ആ ജോലി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കരുത്. ചില താല്പര്യക്കാരുണ്ടാവും. ആ താല്പര്യക്കാരെല്ലാ കാലത്തും അത് ചെയ്തുകൊണ്ടിരിക്കും. അവരിനിയും അത് തുടരും. അതിന്റെ ഭാഗമായി അന്വേഷണം അവർക്ക് നടത്തേണ്ടി വരും. ആ അന്വേഷണം നടന്നതിന് പറ്റില്ല, അന്വേഷണ ഏജൻസിയുടെ ബാധ്യതയാണല്ലോ. അതിന്റെ ഉത്തരം ആർക്കെതിരെയാണോ വന്നിട്ടുള്ളത് അയാൾ സ്വാഭാവികമായിട്ടും പറയുകയും വേണം. ഇതാണല്ലോ സാധാരണ രീതി. അല്ല, നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ലോ. അല്ല, അത് ശരിയാവില്ലല്ലോ. അങ്ങനെ ശരിയാവില്ല. ഒരാൾ തന്നെ ഈ അവസരം മുഴുവൻ എടുത്തിട്ട് അങ്ങനെ ശരിയാവില്ല. നേരത്തെ താങ്കൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്വേഷണം ശരിയായ വഴിക്കാണ് നീങ്ങുന്നത്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം തൃപ്തികരമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തരും പറയുന്നതനുസരിച്ചും മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അനുസരിച്ചും ഒക്കെ അന്വേഷണം വഴിമാറിപ്പോകുന്നുണ്ടോ? ഞാനിപ്പോഴും അങ്ങനെ പറയുന്നില്ല. കാരണം ഒരു അന്വേഷണ ഏജൻസി ആകുമ്പോൾ ആ അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ വരുന്ന ഒട്ടേറെ കാര്യങ്ങൾ സ്വാഭാവികമായും അന്വേഷിച്ച് അവർക്ക് വ്യക്തത വരുത്തേണ്ടതായിട്ട് വരും. എന്തുകൊണ്ട് നിങ്ങളത് അന്വേഷിച്ചില്ല എന്ന ചോദ്യം അവരുടെ നേരെയും വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഏത് അന്വേഷണ ഏജൻസിയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ട് വരും. അതുമാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെയുള്ള ആരോപണം, അതിന് അങ്ങ് മറുപടി പറഞ്ഞിരുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിന് അദ്ദേഹം തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വ്യക്തമാക്കേണ്ട കാര്യം അതിലില്ല. നയതന്ത്ര ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് പാർലമെന്റിൽ ഒരു മറുപടി വന്നിരുന്നു. ഇന്ന് CPM ആവശ്യപ്പെട്ടത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണം, അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രി പുറത്താക്കണം. ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു ആരോപണം കേന്ദ്രമന്ത്രിക്കെതിരെ ഇപ്പോഴും ഉയർത്തുന്നത്? അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടാനുള്ള ഇല്ല, അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അത് പാർട്ടി വക്താക്കളോട് തന്നെ ചോദിക്കണം. അംഗം നേരത്തെ ഇക്കാര്യം പറഞ്ഞതാണ്. മുരളീധരന്റെ ഇടപെടലിൽ നയതന്ത്ര ബാഗേജ് എന്ന കാര്യം ഒക്കെ അംഗം നേരത്തെ സൂചിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് ചേർന്ന തരത്തിലല്ല പലതും പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവർ തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. CME അങ്ങ് വിശദീകരിച്ചനുസരിച്ച് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, എന്നാലും ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ ഈ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തതിന്റെ അല്ലെങ്കിൽ വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കുന്നില്ല സർക്കാർ, അതല്ലേ അങ്ങ് അർത്ഥമാക്കുന്നത്? അല്ല, ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി രാജിവെക്കുക എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരു കാലത്തും. നമ്മുടെ നാട്ടിൽ എത്രയോ അനുഭവങ്ങളില്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചില പരാതികൾ അദ്ദേഹത്തിനെതിരെ ഏജൻസിക്ക് കിട്ടി, അന്വേഷണ ഏജൻസിക്ക് കിട്ടി. അതിൽ വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള വിശദീകരണം അവർ തേടി. അത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു ചാർജില്ല, അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണവുമില്ല. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഒരു കാര്യം ഈ മന്ത്രി ജലീലുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ അന്വേഷണ ഏജൻസി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. പക്ഷെ പല ആളുകൾ, അതായത് മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ വാർത്ത അറിഞ്ഞ് വിളിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം അങ്ങൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ചോദ്യം ചെയ്ത നമ്മുടെ ഒരു പബ്ലിക് ഡൊമൈനുള്ള ഒരു കാര്യം അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും എനിക്കറിയുന്ന കാര്യമല്ല. CM ഇന്നലെ KT ജലീലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് CM പറഞ്ഞു. കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു. സമാനമായ ഒരു സംഭവം അതിനേക്കാൾ കൂടി തന്നെ മുൻപ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിൽ മുഖ്യമന്ത്രിയെ കല്ലെറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് പ്രതിഷേധത്തിന്റെ ഭാഗമായി. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഭവത്തെ എങ്ങനെയാണ് CM കാണുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നടക്കുന്ന കാര്യത്തിൽ ഇതുപോലൊരു ഓടിവരുന്ന വണ്ടിയുടെ മുന്നിലേക്ക് ഒരു വണ്ടി ഇടുക, ആ വണ്ടി സ്വാഭാവികമായിട്ടും തട്ടിമറിയും. അതല്ലേ സംഭവിക്കുക?
വലിയ അപകടമല്ലേ സംഭവിക്കുക? അതിന്റെ ഭാഗമായി ജീവഹാനി വരെ ഉണ്ടാകാലോ. ആ സംഭവത്തെയാണല്ലോ നമ്മൾ കാണേണ്ടത്. അതല്ല സി എം, ആ സംഭവം പോലെയാണോ ഇത്? അതല്ല ഒരു അതാണ് നമ്മൾ കാണേണ്ടത്. കേരളത്തിലൊരു മുഖ്യമന്ത്രി, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ കല്ലെറിയുന്ന ഒരു സംഭവം കേരളത്തിലുണ്ടായി. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്ത് അംഗീകരിക്കുകയാണ്. അതിനെങ്ങനെ കാണുന്നു? ഇത്തരം പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള പ്രതിഷേധം ശരിയായിരുന്നു എന്ന്? പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധിക്കും, സ്വാഭാവികമാണത്. ആ പ്രതിഷേധം അതിരുവിട്ടു പോകാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും പ്രതിഷേധക്കാർ ശ്രദ്ധിക്കുന്ന കാര്യം. മന്ത്രിസഭയിൽ നിന്ന് ആദ്യം രാജിവെച്ചത് ഇ പി ജയരാജനായിരുന്നു. അതിനുശേഷം തോമസ് ചാണ്ടി രാജിവെച്ചു, എ കെ ശശീന്ദ്രൻ രാജിവെച്ചു. പ്രതിപക്ഷം ചോദിക്കുന്നത് അന്ന് അവർക്കെതിരെയൊന്നും ഇപ്പോൾ ജലീലിനെതിരെ വരുന്ന ആരോപണത്തിന്റെ അത്ര പോലും ശക്തമായ ആരോപണങ്ങളായിരുന്നില്ല. അന്നൊന്നും അവർക്കെതിരെ കേസും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്കില്ലാത്തൊരു പ്രിവിലേജ്, ഒരു സംരക്ഷണം എന്ത് ജലീൽ നൽകുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഇവിടെ ഉയർത്തുന്നത്. അതിനെന്താണ് അദ്ദേഹത്തിന് അങ്ങയുടെ മറുപടി? ജലീലിന് നേരെ എന്ത് ആരോപണമുള്ളത്? ഒരു ആരോപണവും ജലീലിന് നേരെയില്ല. കെട്ടിച്ചമച്ച ഒരു കഥ പറയുന്നു. കേരളത്തിൽ ഒരു സ്വർണ്ണക്കടത്ത് ഉണ്ടായിരിക്കുന്നു. ആ സ്വർണ്ണക്കടത്തിലെ പ്രതികളെ ഏകദേശം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ആരെയെങ്കിലും കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസി അവരെ കണ്ടെത്താനുള്ള ശക്തമായ ശ്രമം തുടരുകയും ചെയ്യുന്നു. അതിനിടക്കാണ് ഈ പറയുന്ന ഖുറാൻ ജലീലിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉയർന്നു വരുന്നത്. ജലീലിന്റെ ആ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷം ജലീലിന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് പറയുന്നത്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്? ഏതെങ്കിലും ഒരു വസ്തുത വേണ്ടേ? അപവാദം പ്രചരിപ്പിക്കുകയല്ലേ? കെട്ടിച്ചമച്ച് അപവാദം പ്രചരിപ്പിക്കുകയല്ലേ? ആ കെട്ടിച്ചമച്ച് ഒരു സങ്കല്പ കഥ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്നിട്ട് അതിന്റെ മേലെ രാജി ആവശ്യപ്പെട്ടാൽ അത് ഇന്ന് ഇതേവരെ കേരളത്തിൽ നടന്ന ഏതെങ്കിലും പ്രക്ഷോഭത്തിന് തുല്യമായ ഒരു കാര്യമാണോ? മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള വഴികൾ എന്ത് എന്ന് അന്വേഷിച്ച് പലതും കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചപ്പോൾ ഒന്നും കിട്ടാതിരിക്കപ്പോൾ കെട്ടിച്ചമക്കുകയാണ്. അതിന്റെ ഭാഗമായി വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. അതിനെന്തിന് രാജിവെക്കണം? അതാണ് അതിൽ കാണേണ്ടത്. രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്ന് കരുതുന്നുണ്ട്. CPM ഇന്നലെ ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഈ 3 ഏജൻസികളും സ്വർണം കടത്തിയവരെയോ അത് വാങ്ങാൻ ശ്രമിച്ച ആൾക്കാരെയോ പിടികൂടി അവരെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ED ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ED ചോദ്യം ചെയ്യുക, അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ ED രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ടോ? CPM അങ്ങനെ പ്രസ്താവന നടത്തുന്നുണ്ട്. ഇവിടെ അന്വേഷണ ഏജൻസികൾ പലതരത്തിൽ പ്രവർത്തിച്ച അനുഭവം നമ്മുടെ രാജ്യത്തുണ്ട്. രാജ്യത്തിന്റെ അനുഭവം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ളതുണ്ട്. നാം കാണേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ രീതി എങ്ങനെയെന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ രീതി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അവർ ശരിയായ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. ഇപ്പോഴുമുള്ള ബോധ്യം അത് തന്നെയാണ്. ആ ട്രാക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അപ്പോഴല്ലേ അതിനെക്കുറിച്ച് പറയേണ്ടത്. ഇപ്പൊ എന്റെ ബോധ്യം ശരിയായ രീതിയിൽ തന്നെ പോകുന്നു എന്നതാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. CM കേന്ദ്രമന്ത്രി മുരളീധരനുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഉയർന്ന ഒരു വിവാദമുണ്ട്. നയതന്ത്ര ബാഗേജിലല്ല സ്വർണം വന്നത് എന്ന് അദ്ദേഹം തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ലോക്സഭയിൽ UDF MPമാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നെ നയതന്ത്ര ബാഗേജിലാണ് സ്വർണ്ണമെന്ന് അന്ന് സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു വിഷയം ഉന്നയിക്കാനോ മുരളീധരന്റെ വിഷയത്തെക്കുറിച്ച് മിണ്ടാനോ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അപ്പോൾ ഗവൺമെന്റിനെതിരെ കോൺഗ്രസും BJPയും ചേർന്നുള്ള ഒരു സഖ്യം യോജിപ്പോടെ നീങ്ങുന്നു എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇവിടെ കേന്ദ്രമന്ത്രി മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെയുള്ള അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് എന്നതാണ് വസ്തുത. ആ വസ്തുത നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുന്ന കാര്യമാണ് ഇന്നത്തെ മറുപടി. അത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ നമ്മൾ കാണുകയാണല്ലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യവും അഖിലേന്ത്യാ രാഷ്ട്രീയവും ഒരുപോലെ കാണണ്ട. ഇവിടെ നടക്കുന്ന കാര്യം ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ BJPയും കഴിയാവുന്നത്ര ഒന്നിച്ചു പോയി ഒന്നിച്ചു നിന്ന് ഇവിടുത്തെ LDF ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ പലവട്ടം ഇവിടെ ചർച്ച ചെയ്താണ് ഈ കമ്മീഷൻ കിട്ടിയ കാര്യം. അത് CM ഒരു അന്വേഷണം നടത്താൻ കുറച്ച് വിവരങ്ങൾ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും വീണ്ടും ഈ ആരോപണങ്ങൾ മന്ത്രിയുടെ മകൻ നേടിയെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ CM ഒരു അന്വേഷണം നടത്താത്തത് കൊണ്ട് അല്ലേ അതിന്റെ പ്രശ്നം? എന്തെങ്കിലും വിവരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? അത് ശരിയാണ്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. ഇന്നത്തെ ഒരു പത്രത്തിന്റെ വാർത്തയാണ് ഞാൻ പറയുന്നത്.
ഞാൻ ഇനി അധികം സമയം എടുക്കുന്നില്ല, ഇപ്പം നമ്മൾ കുറച്ചധികം സമയമായി. സ്വപ്ന വാഗ്ദാനം 100 കോടിയുടെ പദ്ധതി, ലൈഫ് ചോദിച്ച കമ്മീഷൻ 15%. ഇതാണ് ഹെഡിങ്. അപ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാകുക? ഒരു സാധാരണ പത്രവായനക്കാരന് മനസ്സിലാകുക എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? എന്നാൽ പിന്നെ കൃത്യമായിട്ട് പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അതിന് ഈ മാധ്യമത്തിന് മറുപടിയുണ്ട്. ഈ പദ്ധതികളുടെ വിവരം റെഡ് ക്രസന്റോ UAE കോൺസുലേറ്റോ സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടില് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഏതെല്ലാം തരത്തിലുള്ള വഴികൾ തേടുന്നു എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടൊരു പത്രം പ്രധാന വാർത്തയായി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുള്ള ഈ ലൈഫുമായി ബന്ധപ്പെട്ടത്. ഇത് വായിക്കുന്ന ആദ്യം ഹെഡിങ് നോക്കുന്ന ഒരാൾക്ക് ലൈഫ് ചോദിച്ച കമ്മീഷൻ 15%. ഇതാണ് മനസ്സിൽ തറയ്ക്കുന്നത്. അതാണ് ഉദ്ദേശം. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമധർമ്മമേ നിർവഹിക്കാവൂ. മാധ്യമധർമ്മത്തിൽ നിന്ന് മാറിപ്പോകരുത്. അപവാദം പ്രചരിപ്പിക്കൽ മാധ്യമധർമ്മത്തിൻ്റെതല്ല, അതിൽപ്പെട്ടതല്ല. ശരിയായ മാധ്യമധർമ്മം നിർവഹിക്കണം. കമ്മ്യൂണിസ്റ്റുകാരോട് പണ്ട് വിരോധം ഉണ്ടായിട്ടുണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ ഞാൻ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞില്ലേ? എത്രയോ കാലം കമ്മ്യൂണിസ്റ്റുകാർ വന്നു, കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ഗവൺമെന്റുകൾ വന്നു. ഇവിടെ ആരും തൂങ്ങിച്ചാകേണ്ടി വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് കണ്ടതല്ലേ എത്രയോ നാളുകളായിട്ട്. ഈ വഴി ശരിയായ വഴിയല്ല. ബാക്കി നമുക്ക് പിന്നീടാകാം, അതാ നല്ലത്. സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ എല്ലാം തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് രംഗത്തെത്തിയത്. ജലീലിനെതിരെ നിരവധി പരാതികൾ ഇഡിക്ക് പോയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുറാനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്കാണ് അദ്ദേഹത്തെ ഇഡി വിളിച്ചു വരുത്തിയത്. അതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല, സാധാരണമായ ഒരു കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.